ബ്രിട്ടനിൽ ഭരണമാറ്റം ലേബർ പാർട്ടി വിജയം ഉറപ്പിച്ചു. നിലവിലെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. ആകെയുള്ള 650 സീറ്റിൽ ലേബർ പാർട്ടി 400-ലേറെ സീറ്റ് നേടുമെന്ന് നേരത്തെ തന്നെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വരുന്ന കണക്കുകളും സൂചിപ്പിക്കുന്നത്. അശ്വജിത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, 650-ൽ എത്ര സീറ്റുകളുടെ ഫലം പുറത്തേക്ക് വന്നു? തോൽവി സമ്മതിക്കുന്നുണ്ട് ഋഷി സുനക്. ബാക്കിയുള്ള കാര്യങ്ങൾ ആര്യ, ഇനി ഏതാണ്ട് ഒരു 15-16 സീറ്റുകളിലെ ഫലം മാത്രമേ പുറത്തു വരാൻ ഉള്ളൂ. ഏതാണ്ട് ബഹുഭൂരിപക്ഷത്തിലേറെ സീറ്റുകളുടെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. നിലവിൽ 400 എന്ന ആ മാർക്ക് ലേബർ പാർട്ടി കടന്നിരിക്കുന്നു. 408 സീറ്റുകളിലാണ് ഇപ്പോൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. ഫലം പുറത്തു വന്നിട്ടുള്ളത്. കൺസർവേറ്റീവുകളാകട്ടെ 113 എന്ന സംഖ്യയിലേക്ക് ഒതുങ്ങിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇനി 10-15 സീറ്റുകൾ വരാനുള്ളതിൽ ഒരു 5-6 കിട്ടിയാൽ തന്നെ ഒരുപക്ഷെ 125 എന്നുള്ള വളരെ കുറഞ്ഞ ആ സംഖ്യയിലേക്ക് കൺസർവേറ്റീവുകൾ കൂപ്പുകുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഏതാണ്ട് 70 സീറ്റുകളാണ് ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ലഭിച്ചത്. അത്ര സീറ്റുകൾ കിട്ടുമെന്ന് എക്സിറ്റ് പോളിലടക്കം പ്രവചിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. ലേബർ പാർട്ടിയുടെ അപ്രമാദിത്യം തന്നെയാണ്, ലേബർ പാർട്ടിയുടെ സമ്പൂർണ്ണ ജയം തന്നെയാണ്, പരിപൂർണ്ണ ജയം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. 400 എന്ന ആ സംഖ്യയിലേക്ക് എത്തും എന്ന് തന്നെ ഒരുപക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കൺസർവേറ്റീവ് കേന്ദ്രങ്ങളിലടക്കം സമ്പൂർണ്ണമായി ജയിച്ച് പല കൺസർവേറ്റീവ് സീറ്റുകളും പിടിച്ചെടുത്ത് സമ്പൂർണ്ണ ജയത്തിലേക്ക് ലേബർ പാർട്ടി എത്തിയിരിക്കുന്നു. കെയർ സ്റ്റാർമർ ഏതായാലും വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷ് ജനതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗവും നടത്തി. ഈ മാറ്റം തീർച്ചയായും പോസിറ്റീവ് ആകും എന്നതാണ് അദ്ദേഹം തന്റെ വിജയ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് ബ്രിട്ടീഷ് ജനത ആഗ്രഹിച്ചതും. കഴിഞ്ഞ 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം എന്നതാകാം ഈ ജനഹിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ജനത. ശരി, ഇനി 9 സീറ്റുകളുടെ ഫലം കൂടി മാത്രമാണ് വരാനുള്ളത്. 410 ലേബർ പാർട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. കൺസർവേറ്റീവ് പാർട്ടി, ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി 119 സീറ്റുകളിൽ, അതായത് 2019-ൽ 248 ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഈ 119ലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും വളരെ മോശം സ്ഥിതിയിലേക്കാണ് കൺസർവേറ്റീവ് പാർട്ടി തകർന്നടിഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് മെബിൻ കെ ജോസ് കൂടി അതിഥിയായി ചേരുന്നുണ്ട്. മെബിൻ മാധ്യമപ്രവർത്തകനായിരുന്നു ഇവിടെ കേരളത്തിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്രിട്ടനിലാണ് ജോലി ചെയ്യുന്നത്. മെബിൻ, ഇത്രയധികം ഇപ്പം എക്സിറ്റ് പോളുകൾ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ നടക്കുന്ന എക്സിറ്റ് പോളുകൾ പോലെയല്ല, വളരെ ആക്യുറേറ്റ് ആണ്. എല്ലാ തവണയും വളരെ കൃത്യമായ കണക്കുകളാണ്. ഇവിടുത്തെ പോലത്തെ ഒരു പ്രവചനം മോഡലിലല്ല അവിടെയുള്ള എക്സിറ്റ് പോളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 400 കടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ, ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുമെന്ന്. തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ചകളിലെല്ലാം തന്നെ ലേബർ പാർട്ടിക്ക് വലിയൊരു മുൻതൂക്കം ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രവചിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് വോട്ടിംഗ് അവസാനിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എക്സിറ്റ് പോൾ പുറത്തു വന്നു. BBC അടക്കമുള്ള മാധ്യമങ്ങളിൽ ലേബർ പാർട്ടിക്ക് വലിയ മുൻതൂക്കം തന്നെയാണ് നൽകിയിരുന്നത്. അതിനെ ശരിവെക്കും വിധത്തിലാണ് ഇന്ന് പുലർച്ചെ ആയപ്പോഴേക്കും 410 എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ലേബർ പാർട്ടി എത്തുന്നത്. ഏകദേശം 410 ഇപ്പോൾ 10 സീറ്റിൽ താഴെ മാത്രമാണ് റിസൾട്ടിന് വരാനുള്ളത്. അപ്പോൾ തന്നെ 410 സീറ്റുമായി ലേബർ പാർട്ടി മുന്നിലും കൺസർവേറ്റീവിന് 119 സീറ്റ് മാത്രമാണ് ഇപ്പോൾ നേടാനായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലിസ്ട്രസ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ, ലേബർ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഋഷി സുനക് ഏതായാലും കൺസർവേറ്റീവ് പാർട്ടിയുടെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിച്ചു. കെയർ സ്ട്രീമർ ഉടൻ തന്നെ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കും. മാറ്റം ഇപ്പോൾ തുടങ്ങുന്നു എന്ന് ആണ് തന്റെ വിജയ പ്രഖ്യാപനത്തിൽ കെയർ സ്ട്രീമർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇംഗ്ലണ്ടിൽ ഇതുവരെ 346 സീറ്റിലാണ് ലേബർ പാർട്ടിക്ക് മുൻതൂക്കമുള്ളത്. 165 സീറ്റുകളാണ് ലേബർ പാർട്ടി ഇംഗ്ലണ്ടിൽ മാത്രം നേടിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെയിൽസിൽ അവർക്ക് സീറ്റുകൾ 32 സീറ്റുകളാണ് ആകെ ഉള്ളത്. അതിൽ ലേബർ പാർട്ടി 27 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. അവർക്ക് 9 സീറ്റുകളാണ് കൂടുതൽ വെയിൽസിൽ ലഭിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം 12 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ വെയിൽസിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡിലേക്ക് വന്നാൽ അവിടെ ആകെയുള്ള 57 സീറ്റിൽ 52 സീറ്റിൽ റിസൾട്ട് വരുമ്പോൾ 37 സീറ്റുകളാണ് ലേബർ പാർട്ടി നേടിയിരിക്കുന്നത്. അതിൽ 36 പുതിയതായിട്ട് നേടിയതാണ്. കഴിഞ്ഞ വർഷം അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരുന്നത്.
ഇനി ഏകദേശം 10 സീറ്റുകളിൽ താഴെ മാത്രം എണ്ണാനിരിക്കെ ലേബർ പാർട്ടി ബ്രിട്ടനിലേക്ക് അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മെബിന് ദയവായി തുടരുക. ഞാൻ മെബിനിലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പം ഡോക്ടർ അരുൺ ടി ജി കൂടിയുണ്ട്. അദ്ദേഹം അവിടെ ബ്രിട്ടനിൽ പ്രൊഫസറാണ്, എക്സസ് സർവകലാശാലയിൽ. ആദ്യം ഒരു സന്തോഷ വാർത്ത കൂടി പറയുന്നു. സോജൻ ജോസഫ് ജയിക്കുകയാണ്. ഒരു മലയാളി ശബ്ദം ആദ്യമായി വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരത്തിലെ ഹൗസ് ഓഫ് കോമൺസിൽ കേൾക്കാൻ പോവുകയാണ് നമ്മൾ. ഇത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒരു മലയാളിയുടെ ശബ്ദം വെസ്റ്റ് മിനിസ്റ്ററിൽ മുഴങ്ങുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഏകദേശം 20 വർഷങ്ങളിൽ കൂടുതലായി, 20-30 വർഷം ആ സമയത്തുണ്ടായ കേരളത്തിൽ നിന്നുണ്ടായ ശക്തമായ ഒരു മൈഗ്രേഷൻ UK-യിലേക്കുണ്ടായിരുന്നു. ആ വൻ ജനസമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായി തന്നെ സോജൻ പാർലമെന്റിലേക്ക് കടക്കുന്നത് വളരെ സന്തോഷം തരുന്നു. അത് മാറുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു മുഖം കൂടിയാണ്. പഴയ കാലഘട്ടത്ത് പൂർണ്ണമായും വെള്ളക്കാരാൽ നിറഞ്ഞിരുന്ന ഒരു സഭയിലേക്ക് പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്നു എന്ന് പറയുന്നത് മാറുന്ന ബ്രിട്ടന്റെ ഒരു സൂചന കൂടിയാണ്. ശരി, ഞാൻ അരുൺ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഡോക്ടർ അരുൺ, ഇപ്പം കുറേ പ്രശ്നങ്ങൾ, കുറേ പ്രയാസങ്ങൾ, ഈ ബ്രെക്സിറ്റും കോവിഡും ഒക്കെ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ഡ്രാസ്റ്റിക് ആയൊരു ചേഞ്ച്, അതായത് ഈ കേവല വെറുതെ ഭരണം നേടുകയല്ല, കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്ന് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക്, ഒരു മസക്കാർ എന്നൊക്കെയാണ് അവിടെയുള്ള വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്, ആ രീതിയിലേക്കുള്ള ഈ ഒരു വിക്ടറിക്ക് പിന്നിൽ ഒരു പിൻ പോയിന്റ് ചെയ്താൽ എന്തായിരിക്കും റീസൺ? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ജേഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഒരുപാട് നാള് വർഷത്തിൽ അധികാരത്തിലേക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അവർ ക്യുമുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയായിരുന്നു ഇവിടെയും പരാജയത്തിന്റെ കാരണം. രാഷ്ട്രീയ അസ്ഥിരത, കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ 2-3 പ്രധാനമന്ത്രിമാരെ കാണുക, നയങ്ങളിൽ വരുന്ന വ്യതിയാനം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരാജയത്തിന് ആക്കം കൂട്ടുകയുണ്ടായി. പക്ഷെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, യൂറോപ്പിലെങ്ങും ഈ അടുത്ത കാലത്ത് വലതുപക്ഷത്തേക്കുള്ള ഭരണകൂടങ്ങളുടെ ഒരു ചായ്വ് ഉണ്ടായപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടനിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ എനിക്കൊരു കാരണമായി പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ ഒരു കൂട്ടം കാരണങ്ങളുണ്ട്. ആളുകളെല്ലാം വിലക്കയറ്റം കാരണവും അതുപോലെ പലിശ നിരക്ക് വർദ്ധിച്ചത് കാരണം ജീവിത ചെലവുകൾ കൂടുന്നത് കൊണ്ടും അങ്ങനെ മറ്റു പല ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് പരാജയത്തിലേക്ക് നീങ്ങി എന്ന് ഞാൻ കരുതുന്നത്. ഇപ്പം ഈ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയെ 45-ൽ വിൻസൻ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവ് പാർട്ടി അന്ന് തോറ്റിരുന്നു, അന്ന് ലേബർ പാർട്ടി ജയിച്ചിരുന്നു. സമാനമായൊരു അതേ രീതിയിലുള്ള ഒരു വിക്ടറിയാണ് ഇപ്പോൾ ലേബർ പാർട്ടി നേടിയിരിക്കുന്നത്, സ്റ്റാമർ നേടിയിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. ആ ഒരു താരതമ്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പല രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആ കാലഘട്ടത്തിന് ശേഷം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ അപ്രതീക്ഷിതമായാണ് ആ വിജയം ഉണ്ടായത്. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഭാവിയെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതാകുമ്പോഴാണ്. കൺസർവേറ്റീവ് പാർട്ടിയിൽ ഇനി ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് ഒരു ഭാവി ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു വസ്തുത ജനം മനസ്സിലാക്കി എന്ന് പറയേണ്ടി വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലേബറിന് അനുകൂലമായി ഉണ്ടായത്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മറന്നുകൂടാ. ഈ ഡേവിഡ് കാമറൂൺ ഇതിനു മുമ്പ് നേടിയ ഒരു വിജയമുണ്ട്. ലേബർ കോട്ടകളിൽ വരെ കടന്നു ചെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേടിയ വിജയം. അന്നും ഇതുപോലൊരു ഫ്രസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നാണ് ജനമുണ്ടായത്. അപ്പൊ ജനത്തിന്റെ പ്രതികരണത്തെ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ, അല്ലാതെ ഇനി ഒരിക്കലും കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചു വരാനാവാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്നൊന്നും അഭിപ്രായമില്ല. പക്ഷെ ഇപ്പോഴുണ്ടായത്, കഴിഞ്ഞ 14 വർഷമായി തുടർന്നു വന്ന നയങ്ങൾ ജീവിത നിലവാരത്തിൽ ശക്തമായ മാറ്റം വരുത്തുന്നതിനോ അതുപോലെ NHS പോലുള്ള പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണുന്നതിനോ സാധിച്ചില്ല എന്നുള്ള ജനങ്ങളുടെ വ്യക്തവും ശുചിത്വവുമായ തീരുമാനത്തിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നെനിക്ക് തോന്നുന്നു. ശരി, മെബിൻ ഇപ്പൊ കുറച്ചു കാലമായി അവിടെയുണ്ട്. ഇത്രയധികം ഒരു ഭരണവിരുദ്ധ വികാരം എന്തായിരിക്കും അതിന് കാരണം? നോക്കൂ, ഇപ്പം ബ്രിട്ടീഷ് എക്കണോമി നോക്കുകയാണെങ്കിൽ അത്രയും മോശം അവസ്ഥയിലും ഒന്നല്ല. ബോറിസ് ജോൺസന്റെ സമയത്ത് നിന്ന്, അല്ലെങ്കിൽ ലിസ് ട്രസിന്റെ സമയത്ത് നിന്ന് ഒരു മാറ്റം എക്കണോമിയിൽ വരുത്താൻ ഋഷി സുനക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഇത്രയധികം ഒരു ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ടായിരിക്കും മെബിൻ?
ലിസ്ട്രസിന് ശേഷം ഋഷി സുനക് പ്രധാനമന്ത്രി ആയ ശേഷമാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലായെങ്കിലും വിലക്കയറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു മാറ്റമുണ്ടായത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ജനങ്ങൾ പൊതുവിൽ അസ്വസ്ഥരായിരുന്നു. വീടുകളുടെ വില വളരെയധികം ഉയരുന്നു. അതുപോലെ തന്നെ പലിശ നിരക്ക് വളരെയധികം ഉയരുന്നു. കാരണം കഴിഞ്ഞ ഒരു 3, 4, 5 തവണ റിവ്യൂ മീറ്റിംഗിലും അവർ പലിശ നിരക്ക് 5% നിർത്തിയിരിക്കുകയാണ്. അത് കുറയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ മൈഗ്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും NHSലെ പ്രതിസന്ധികളെല്ലാം UK ജനങ്ങളെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കാം കൺസർവേറ്റീവ് പാർട്ടിക്ക് എതിരായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാരണമെന്നാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ഡോക്ടർ അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പം ഈ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഈ ക്യാമ്പയിനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഋഷി സുനക് അതായത് ബ്ലാങ്ക് ചെക്ക് നൽകരുത്, അതായത് ലേബർ പാർട്ടി ജയിക്കുമെന്ന് ഋഷി സുനക്കിന് പോലും ഉറപ്പായിരുന്നു. ആ രീതിയിലായിരുന്നു ലാസ്റ്റ് റൗണ്ട് ഓഫ് ക്യാമ്പയിനിങ് ഒക്കെ നടന്നത്. അതുപോലെ റീഫോം പാർട്ടി നിജൽ ഫറാജ് ഇത്തവണ എത്രയോ വർഷമായി പരിശ്രമിക്കുന്നു, 8 വർഷം പരിശ്രമിച്ച് ഇത്തവണയാണ് ജയിച്ചു കയറുന്നത്. റിഫോം പാർട്ടി ഏതെങ്കിലും തരത്തിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയോ? തീർച്ചയായും ഇപ്പോഴ് ലേബറിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 36%, ടോറി പാർട്ടിയുടെ 22%. പക്ഷേ റിഫോം പാർട്ടിയുടേത് ഏകദേശം 14% ഉയർന്നിട്ടുണ്ട്. ക്ലാക്ടൺ എന്നുള്ള മണ്ഡലത്തിൽ നൈജൽ ഫറാഗ് എന്ന റിഫോം പാർട്ടിയുടെ നേതാവ് വിജയിക്കുകയും ചെയ്തു. അപ്പൊ റിഫോം പാർട്ടി എന്ന് പറയുന്നത് വലതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ കൺസർവേറ്റീവ് പാർട്ടിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി തന്നെ വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അവരെ സംബന്ധിച്ച് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഗവൺമെന്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഞങ്ങൾ ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നത് റിഫോം പാർട്ടിയാണ് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് റിഫോം പാർട്ടി ചിലപ്പോൾ ഒരു മുഖ്യ പ്രതിപക്ഷമായേക്കാം എന്ന് വരെ അഭിപ്രായം തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പിന്നീട് ആദ്യം പറഞ്ഞ പരാജയ സമ്മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഫലത്തെക്കുറിച്ച് ആർക്കും അവ്യക്തതയില്ലായിരുന്നു. അത് ടോറി പാർട്ടികൾക്കാണെങ്കിലും പ്രധാനമന്ത്രിക്കാണെങ്കിലും ഏകദേശം 20% ലീഡ് ലേബർ പാർട്ടി നിലനിർത്തിയിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ വിജയം വളരെ വ്യക്തമായിരുന്നു. ക്യാബിനറ്റിലെ തന്നെ പല അംഗങ്ങളും, പ്രധാനമന്ത്രി മാത്രമല്ല ക്യാബിനറ്റിലെ തന്നെ പല അംഗങ്ങളും ഇത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഫലത്തെക്കുറിച്ച് വലിയ പ്രശ്നമില്ലാത്ത, അല്ല വലിയ ആശങ്ക കൂടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. മെബിൻ, ഒരു കാര്യം കൂടി നോക്കുക, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ, കേരളത്തിൽ നിന്ന് മലയാളികൾ പഠിക്കാനും ജോലിക്കുമായി ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ആണെങ്കിലും ശരി, ബ്രിട്ടൻ. അങ്ങനെ ഇപ്പം ഋഷി സുനക് മാറി സ്റ്റാർമർ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കുടിയേറ്റ നയത്തിൽ, അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ എന്ത് മാറ്റങ്ങൾ വരും? മലയാളികൾക്ക് ഏത് രീതിയിലായിരിക്കും അത് മാറ്റമുണ്ടാകുക? കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് സാധ്യതയുണ്ടോ? ആര്യ, അതൊക്കെ നമുക്ക് തീർച്ചയായും ഗവൺമെന്റ് എത്തിയ ശേഷം മാത്രം ഉണ്ടാകുന്ന തീരുമാനങ്ങളായിരിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ വിസയിലും അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിലും ഒക്കെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതൊക്കെ തടഞ്ഞ് മൈഗ്രേഷൻ ഒരു പരിധിവരെ കുറയ്ക്കുവാനാണ് ഋഷി സുനകിന്റെ സർക്കാർ നടപടി എടുത്തിരുന്നത്. അപ്പോൾ കെ സ്ട്രീമറിന്റെ നേതൃത്വത്തിൽ മുൻപോട്ട് വരുന്ന ലേബർ പാർട്ടി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുക എന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അതിനൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മൈഗ്രേഷൻ തീർച്ചയായും ഇലക്ഷനിൽ വലിയൊരു ചർച്ചയായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം മുൻപോട്ടുള്ള ഗവൺമെന്റുകളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ആര്യ. ശരി, വളരെയധികം നന്ദി മെബിൻ. അതോടൊപ്പം തന്നെ ഡോക്ടർ TG അരുൺ സംസാരിച്ചതിന്. എന്തായാലും അധികാര കൈമാറ്റം അത് ഉടൻ തന്നെ ഉണ്ടാകും. ഭരണമാറ്റം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബ്രിട്ടനിൽ. 14 വർഷം നീണ്ട ഭരണം, കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ് അവസാനം. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. മൊത്തം യൂറോപ്പിൽ വലത് വ്യതിയാനം കാണുമ്പോൾ മാറി ചിന്തിക്കുകയാണ് ബ്രിട്ടൻ എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ച് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും പുതിയ സർക്കാരിന്റെ നയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലും അതോടൊപ്പം തന്നെ തൊഴിൽ വിസ കാര്യങ്ങളിലുമൊക്കെ എന്തായിരിക്കും പുതിയ നയം? ഇന്ത്യയും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്.